കുട്ടികളുടെ മികവിനെ പ്രോത്സാഹിപ്പിക്കുന്നതിനപ്പുറം അവിടെയാണ് ഒപ്പന കഴിഞ്ഞ് വന്ന മണവാട്ടിയെ റിപ്പോർട്ടറോടൊപ്പം ചേർത്ത് നിർത്തി പിന്നീട് റിപ്പോർട്ടറെയും ആ പെൺകുട്ടിയെയും കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ദ്വയാർത്ഥ പ്രയോഗത്തിലുള്ള സംസാരം വന്നത്. തീർച്ചയായിട്ടും അത് അരുൺകുമാർ ഇന്ന് രാവിലെ അരുൺകുമാറിൻ്റെ ചാനലിൽ അദ്ദേഹം ഇരുന്ന് വാർത്ത വായിക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. വാർത്ത എന്താണെന്ന് നോക്കാൻ നമ്മളെല്ലാ ചാനലും നോക്കുമല്ലോ. അതിൻ്റെ നോക്കുന്ന കൂട്ടത്തിൽ റിപ്പോർട്ടർ ചാനൽ നോക്കിയപ്പോൾ അതിൻ്റെ താഴെ വന്ന കമൻറ്റ്, നിനക്ക് നാണമില്ലേ ഇങ്ങനെ നിന്ന് വാർത്ത വായിക്കാൻ? ബോച്ചയെ വലിയ രീതിയിലൊക്കെ അധിക്ഷേപിച്ച് ബോച്ചയെ വലിയ രീതിയിലൊക്കെ ബോച്ചയ്ക്കെതിരെ സംസാരിച്ചിട്ട് ഒരു പെൺകുട്ടിക്ക്, അത് 18 വയസ്സ് പോലും പൂർത്തിയാകാത്ത പെൺകുട്ടിക്കെതിരെ ഇത്തരത്തിൽ ദ്വയാർത്ഥ പ്രയോഗമൊക്കെ നടത്തിയിട്ട് പിന്നെയും ഇവിടെ വന്ന് നിന്ന് വാർത്ത വായിക്കുന്നു എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് അധിക്ഷേപപരമായി തന്നെയാണ് അദ്ദേഹത്തെയും നേരിടുന്നത്. ചിലർ പറയുന്നു ബോച്ചയാകാൻ അദ്ദേഹം ശ്രമിക്കുമെന്നോ, ഒന്ന് ബോച്ചയാകാൻ ശ്രമിച്ചതാണ്, അതാണ് സംഭവിച്ചത് എന്നൊക്കെ പറയുന്നു.